നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതിയിൽ കാക്ക എന്ന പക്ഷി ഒരു അപൂർവ ജീവി തന്നെയാണ്. കാക്കയെ നമുക്ക് പണ്ടൊക്കെ ചുറ്റുവട്ടത്ത് എങ്ങും കാണാൻ കഴിയുമായിരുന്നെങ്കിലും ഇന്ന് ബലിയിടാൻ പോലും ഒരു കാക്കയെ കിട്ടുന്നില്ല എന്നതാണ് സത്യം. ആ കാക്കയെ കുറിച്ച് ഒരു കവിത എഴുതുകയാണ് ചന്ദ്രമതി. കാക്ക, ഒരു കാക്ക പോലും വന്നില്ല, അമ്മയുടെ ആത്മാവിന് എന്തോ അതൃപ്തിയുണ്ട്, കർമ്മി പറഞ്ഞു. എന്നാണ് അവൾ സംതൃപ്തിയായിട്ടുള്ളത്? അശ്രീകരം വ്യവസായ പ്രമുഖനായ ഭർത്താവ് പല്ലിറോളി. കാക്കയെ വാങ്ങാൻ കിട്ടുമോ? ആരോ ഒരാൾ ചോദിച്ചു. ഇല്ല, തത്ത, മൈന, ലവ് ബേർഡ്സ് ഇവറ്റയൊക്കെ കിട്ടും. കാക്കയെ വാങ്ങാനോ വിൽക്കാനോ ആരും ആലോചിച്ചിട്ടില്ല. ഈ വർഗത്തെ തന്നെ കാണാൻ പറ്റാതാവുന്നുണ്ട്. അവയ്ക്കിരിക്കാൻ ഒരു മരക്കൊമ്പ് പോലും ബാക്കി വെച്ചില്ലല്ലോ നമ്മൾ എന്ന് ഒരു വ്യവസായി നിരീക്ഷിച്ചു. നമുക്ക് അങ്ങനെ ഒരു പ്രൊജക്ട് തുടങ്ങിയാലോ? തലച്ചോറിന് കൂർമ്മ കൂടിയ ഒരു വനിതാ സംരംഭക ഉറക്കെ ചിന്തിച്ചു. കുറെ കാക്കകളെ സംഭരിക്കുക, മരണവീടുകളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ സപ്ലൈ ചെയ്യുക, നല്ല ആദായം കിട്ടാൻ സാധ്യതയുണ്ട്. ഗേറ്റിനപ്പുറത്ത് നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി സെക്യൂരിറ്റിയെ വിളിച്ചു. സാർ, മുഷിഞ്ഞ കുഞ്ഞു പാവാട മാത്രം ധരിച്ച, മുഖത്തും ദേഹത്തും നിറയെ അഴുക്ക് പുരണ്ട ഒരു കുട്ടി. അവൾ ചോദിച്ചു, സാർ, ഇവിടെയെങ്ങും കാക്കയില്ല. ആ ചോറ് ഞാൻ എടുത്തോട്ടെ, വിശന്നിട്ട് വയ്യ. പരേതാത്മാക്കൾ മനുഷ്യരൂപത്തിൽ വരുമോ എന്ന സന്ദേഹത്തോടെ അയാൾ അവളെ തുറിച്ചു നോക്കി. ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യർ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ചിന്തിക്കാതെ വയ്യ. ഒരു ഭാഗത്ത് ഒട്ടേറെ പേർ വിശന്നും പട്ടിണി കിടന്നും ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ മക്കളെയും ഭാര്യയെയും കൂട്ടി ആത്മഹത്യ ചെയ്യുന്ന കുടുംബത്തെ എത്ര നാം കണ്ടിരിക്കുന്നു. വാർത്തകളിൽ അവരൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരു ഭാഗത്ത് പാലും നെയ്യഭിഷേകവും താരങ്ങളുടെ മേലും പ്രതിമകളുടെ മേലും പകർന്നൊഴിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന കുറേ മനുഷ്യർ പട്ടിണി കിടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പണ്ടൊക്കെ അയൽപ്പക്കത്ത് അടുപ്പ് പുകഞ്ഞിട്ടില്ലെങ്കിൽ അത് അടുത്ത വീട്ടിൽ അറിയുകയും അത് അന്വേഷിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇന്ന് അതൊക്കെ മാറി, വീടുകൾക്ക് മതിലുകൾ വന്നു, സൗഹൃദങ്ങൾ ഇല്ലാണ്ടായി, ബന്ധങ്ങളിൽ എത്രയോ അകൽച്ച വന്നിരിക്കുന്നു. പിന്നെങ്ങനെയാണ് അപ്പുറത്തെ വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നാമൊക്കെ അറിയുക? സമൂഹത്തിന്റെ ഇത്തരം ജീർണമായ അനാചാരങ്ങൾക്കെതിരെ ഇങ്ങനെയും കവിത പിറക്കേണ്ടിയിരിക്കുന്നു. ഏവർക്കും സ്നേഹം.